ഒരു ജനാധിപത്യ സർക്കാരിന്റെ സത്യസന്ധതയും നീതിയും ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുകയാണ്. നുണ പറയരുത് എന്ന കടുത്ത താക്കീതാണ് ഭിന്നശേഷി സംവരണ തർക്കത്തിൽ ദീപിക പത്രം മുഖപ്രസംഗമായി നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ച നിലപാടുകൾക്കെതിരെ എയ്ഡഡ് മാനേജ്മെന്റുകൾ നൽകിയ ശക്തമായ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ നിയമസഭയിലും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വാദങ്ങളാണ് മോൻസ് ജോസഫ് MLA ഉന്നയിച്ചത്. സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ രാഷ്ട്രീയ ലാഭം മാത്രം നോക്കി സർക്കാർ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് നയം ചോദ്യം ചെയ്ത് മോൻസ് ജോസഫ് ഉന്നയിച്ച കൃത്യമായ ചോദ്യങ്ങളാണ് ഈ തർക്കത്തെ നിയമസഭയിലും ആളിക്കത്തിച്ചത്. ദീപിക ദിനപത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ വന്ന കടുത്ത വിമർശനം ഇതാണ്. ഭിന്നശേഷി സംവരണ നിയമനങ്ങളുടെ പേരിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കെതിരെ മന്ത്രി നടത്തിയ പ്രസ്താവന സത്യവിരുദ്ധവും അവഹേളനപരവുമാണ്. ഈ സർക്കാർ പൗരന്മാരിൽ നിന്ന് ആവശ്യപ്പെട്ട എല്ലാ ആദരവുകളും നൽകിക്കൊണ്ട് പറയട്ടെ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഏത് രാഷ്ട്രീയത്തിന്റെയോ തെരഞ്ഞെടുപ്പിന്റെയോ ഭാഗമാകട്ടെ, നുണ പറയരുത്. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നിയമനം നൽകുന്നതിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ തടസ്സം നിൽക്കുന്നുവെന്ന് ധ്വനിപ്പിക്കുന്ന അങ്ങയുടെ പ്രസ്താവന നുണയും അവഹേളനവുമാണെന്നാണ് ദീപിക പത്രത്തിന്റെ മുഖപത്രം വ്യക്തമാക്കുന്നത്. ഭിന്നശേഷി നിയമനവും ആവശ്യമായ ഒഴിവുകളും നിലനിർത്തിയിട്ടുണ്ടെന്ന സത്യവാങ്മൂലം ക്രൈസ്തവ മാനേജ്മെന്റുകൾ സർക്കാരിനും കോടതിക്കും നൽകിയിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ടുള്ള പ്രസ്താവന നീതിക്ക് മുകളിലൂടെ മുണ്ടുമടക്കി കുത്തി നടക്കുന്ന അഭ്യാസത്തിന് തുല്യമാണ്. ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ നിയമവിരുദ്ധരായി ചിത്രീകരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന സഭാ നേതൃത്വത്തിന്റെ നിലപാടിന് ശക്തി പകരുന്നതാണ് ഈ മുഖപത്രം. ഭിന്നശേഷി വിഭാഗത്തിനായി ഒഴിവുകൾ നിലനിർത്തിയ ശേഷം മറ്റ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകി അവയെ ക്രമവൽക്കരിക്കാമെന്ന് NSS മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിധിയിൽ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചത് കഴിഞ്ഞ മാർച്ചിലാണ്. സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും ഈ ഉത്തരവ് ബാധകമാക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടും ഈ വിധി ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് ബാധകമാക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. ഭിന്നശേഷി നിയമനത്തിനായി സീറ്റുകൾ ഒഴിച്ചിട്ട NSSന് നൽകിയ അനുകൂല ഉത്തരവ് മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമാക്കാത്തത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന മോൻസിന്റെ ആരോപണം വളരെ കൃത്യമാണ്. NSSന് മാത്രം അനുകൂലമായ വിധി നടപ്പാക്കാൻ സർക്കാർ തിടുക്കം കാണിച്ചതിന് പിന്നിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളോ ആകാനുള്ള സാധ്യത ഏറെയാണെന്ന സൂചനയാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. രാഷ്ട്രീയ ലാഭത്തിനായി ഒരു സമുദായത്തിന് നീതി നൽകുകയും മറ്റ് സമുദായങ്ങളെ നിയമക്കുരുക്കിൽ നിർത്തുകയും ചെയ്യുന്നത് ന്യായീകരിക്കാനാവില്ല. ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഭിന്നശേഷിക്കാർക്ക് ജോലി നൽകാൻ തയ്യാറല്ലെന്ന മന്ത്രിയുടെ പ്രസ്താവന യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണെന്ന് മോൻസ് ജോസഫ് സഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. മാനേജ്മെന്റുകൾ സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. യോഗ്യതയുള്ളവരെ നിയമിക്കാൻ സർക്കാർ തയ്യാറാവാത്തതാണ് പ്രശ്നം. നീതി ചോദിച്ചപ്പോൾ സർക്കാർ സ്വീകരിച്ച നിലപാട് വളരെ ധിക്കാരപരമായിരുന്നു. ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലായ മാനേജ്മെന്റുകൾ വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ പൊയ്ക്കോളൂ എന്നായിരുന്നു മറുപടി. നീതിക്ക് വേണ്ടി ഇപ്പോഴും കോടതിയെ ആശ്രയിക്കേണ്ടി വന്നാൽ ജനാധിപത്യ സർക്കാരിന്റെ ചുമതല എന്താണ്? താൻ കേസുകൊട് എന്ന സമീപനം സ്വീകരിക്കുന്നത് പൗരാവകാശങ്ങൾ ഹനിക്കുന്നതിന് തുല്യമാണ്. സർക്കാരിന്റെ ഈ പിടിവാശി കാരണം 2021 നവംബറിന് ശേഷമുള്ള നിയമനങ്ങളെല്ലാം താൽക്കാലികമായി മാത്രമാണ് അംഗീകരിക്കുന്നത്. ഇതിലൂടെ 16,000-ലധികം അധ്യാപകർക്കും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കുമാണ് ദുരിതമുണ്ടാകുന്നത്. താൽക്കാലിക നിയമനം വഴി ഉയർന്ന ശമ്പളമോ ആനുകൂല്യങ്ങളോ കൊടുക്കേണ്ടതില്ലാത്തതിനാൽ സർക്കാരിന് സാമ്പത്തിക ലാഭം ഉണ്ടാകാം. എന്നാൽ ഇത് അധ്യാപകരുടെ ജീവിതം തകർക്കുന്നതിനോടൊപ്പം വിദ്യാഭ്യാസ മേഖലയെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു. മന്ത്രി V ശിവൻകുട്ടി നിയമസഭയിൽ ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞത് പക്ഷപാതപരമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തേണ്ടത്. എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകുന്നതിന് സുപ്രീം കോടതി വിധി മാറ്റി എഴുതാൻ തനിക്ക് കഴിയില്ലെന്നും ബിഷപ്പുമാരുമായി തന്നെ തെറ്റിക്കാൻ നോക്കേണ്ടെന്നുമാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. NSS നേടിയ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമല്ലെന്ന അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം കണക്കിലെടുത്താണ് സർക്കാർ തീരുമാനമെന്നും വീണ്ടും നിയമോപദേശം തേടുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനാൽ ക്രിസ്ത്യാനികൾ തനിക്കെതിരാണെന്ന് വരുത്താൻ ശ്രമിക്കേണ്ടെന്നും തന്റെ പ്രസ്താവന പത്രക്കാർ വളച്ചൊടിച്ചിട്ടുണ്ടെങ്കിൽ സഭാ നേതൃത്വവുമായി സംസാരിച്ച് വ്യക്തത വരുത്തുമെന്നുമൊക്കെ മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വിഭാഗത്തിന് നീതി നൽകുകയും മറ്റ് മാനേജ്മെന്റുകൾക്ക് അത് നിഷേധിക്കുകയും ചെയ്യുന്നത് ഒരു മതേതര സർക്കാർ ചെയ്യേണ്ട രീതിയല്ല. ഈ ഇരട്ടത്താപ്പ് തിരുത്തി നീതി നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. ഭിന്നശേഷിക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ജാതിമത ഭേദമില്ലാതെ ചേർത്ത് നിർത്തി പരിപാലിക്കുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങളെ നിന്ദിക്കരുതെന്ന സഭാ നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ് പ്രസക്തമാണ്. നീതിക്കായുള്ള പോരാട്ടത്തിൽ മനുഷ്യർക്ക് തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു കൂട്ടം ഭരണാധികാരികളുണ്ട് എന്ന തോന്നലുണ്ടാക്കേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്വമാണ്.